നാടകം, സിനിമ അങ്ങനെ രണ്ട് മേഖലകളും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ഈ കലാരംഗത്തേക്ക് വന്നത്? അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ വീട് പയ്യന്നൂരാണ്. പയ്യന്നൂർ ഒരു ഗ്രാമപ്രദേശത്താണ്. ഏഴിമലയുടെ താഴ്വാരത്തൊക്കെയാണ് എൻ്റെ ഒരു വീട്. അതിൻ്റെ പരിസരങ്ങൾ എന്നൊക്കെ പറയുന്നത് ഉത്സവങ്ങളും അതുപോലെ തന്നെ ഈ ഗ്രാമീണ വായനശാലകളും ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളും നാടകങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ്. അത്തരം സ്ഥലത്ത് ജീവിച്ച ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ പരിസരങ്ങളിൽ കലയും അതുപോലെ തന്നെ സാഹിത്യാഭിരുചിയൊക്കെയുള്ള ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ ഒക്കെ ഒരു ശിക്ഷണത്തിലും ഇതിലൊക്കെ ചെറിയ ചെറിയ ക്ലബ്ബുകളിലൊക്കെ തുടങ്ങി. പിന്നെ ബാലജനസഖ്യവും ബാലസംഘവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. പിന്നെ അവിടുന്ന് പയ്യന്നൂർ കോളേജിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ബിരുദം നേടിയ ശേഷമാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഡയറക്ഷൻ പഠിക്കുന്നത്. അവിടുന്ന് റാങ്കോട് കൂടിയിട്ട് അവിടുന്ന് പഠിച്ചിറങ്ങാൻ പറ്റി. പിന്നെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ PG ചെയ്തു. ശേഷം പിന്നെ ഈ വിഷ്വൽ മീഡിയയിൽ വർക്ക് ചെയ്യുമായിരുന്നു. 10-18 വർഷത്തോളം കേരളത്തിലെ പ്രബലമായിട്ടുള്ള ചാനലുകളിൽ പ്രോഗ്രാം സൈഡിൽ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങനെ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ മുമ്പേ മനസ്സിലൊരു വലിയ പാഷനായിരുന്നു PhD എടുക്കുക എന്നുള്ളത്. ടാഗോർ മനസ്സിൽ വലിയൊരു അഭിനിവേശമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഞാൻ പഠിച്ചറിഞ്ഞ നാടകത്തിൻ്റെ ഏരിയയിൽ നിന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം, അതാണ് ശാന്തിനികേതനിലും വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലുമൊക്കെ എത്തിച്ചത്. അങ്ങനെ അത് സഫലമായി എന്നുള്ളതിൻ്റെ ഒരു ആഹ്ലാദമുണ്ട്. ഈ ആദ്യം നാടകമല്ലേ ആദ്യം സംവിധാനം ചെയ്തതിന് ശേഷമല്ലേ ബാല്യകാല സഖിയിലേക്ക് വരുന്നത്? എങ്ങനെയാണ് ഈ നാടകത്തിലേക്ക്? അത് ആദ്യം മുതൽ തന്നെ ഒരു വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ നാടകത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ നാടകം ഏതായിരുന്നു? നാടകം ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തുന്നതിന് മുൻപേ തന്നെ പയ്യന്നൂർ കോളേജിൽ അവിടെ ക്യാമ്പസ് തിയേറ്ററുകളൊക്കെ വളരെ സജീവമായിരുന്നു. അപ്പോൾ ആ ക്യാമ്പസ് തിയേറ്ററിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റിംഗ് ഫോർ ലെഫ്റ്റി എന്ന് പറയുന്ന ഒരു ഡ്രാമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് മദനൻ എന്ന് പറയുന്ന, അദ്ദേഹം ഫിലിമിലും തിയേറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ആ സമയത്ത്. അദ്ദേഹം അവിടെ വന്നു, അതിൽ ആക്ട് ചെയ്തു. ആ പ്ലേ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ വിൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ അന്ന് തന്നെ മുമ്പേ പറഞ്ഞല്ലോ, സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ നാടകത്തോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മദനൻ ചേട്ടൻ വഴിയാണ് സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിശേഷണങ്ങൾ കൂടുതൽ അറിയുന്നത്. പിന്നെ G. ശങ്കരപ്പിള്ള സാറിൻ്റെ മലയാള നാടക സാഹിത്യ ചരിത്രവും മലയാളത്തിൽ പ്രബലമായിട്ടുള്ള നാടകങ്ങൾ KT മുഹമ്മദിൻ്റെ ആയാലും ഇബ്സൻ്റെ ആയാലും ഷേക്സ്പിയറുടെയൊക്കെ നാടകങ്ങൾ മലയാള സാഹിത്യ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വിവർത്തനങ്ങളൊക്കെ റെഫറൻസിന് വേണ്ടി എടുക്കാറുണ്ടായിരുന്നു. അന്നൊക്കെ നാടകങ്ങളോട് കൂടുതൽ താല്പര്യം തോന്നി. പക്ഷേ നാടകത്തിൻ്റെ ലോക സാധ്യതകളും വിവിധ രാജ്യങ്ങളിൽ നാടകം എങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ എങ്ങനെയാണ്, ജനങ്ങൾക്കിടയിലേക്ക് നാടകം എങ്ങനെയാണ് പല രീതിയിൽ എത്തിയിട്ടുള്ളത്, അതിൻ്റെ സയൻസിനെ കുറിച്ചിട്ടൊക്കെയുള്ള പഠനം നടത്താൻ സ്കൂൾ ഓഫ് ഡ്രാമ പോലൊരു സ്ഥാപനം നല്ലതാണ് എന്ന് മദനൻ ചേട്ടൻ പറഞ്ഞു. അങ്ങനെയാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തുന്നത്. ഡ്രാമ സ്കൂളിലെ പഠനമാണ് ശരിക്കും ലോക നാടകവേദിയെക്കുറിച്ചും വിഷ്വൽ സയൻസിനെ കുറിച്ചൊക്കെ കൂടുതൽ ശ്രദ്ധയിലേക്ക് എനിക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ പഠിച്ചറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഈ ക്യാമ്പസ് തിയേറ്ററിന് വേണ്ടിയിട്ട്, തൃശ്ശൂരൊക്കെയുള്ള ക്യാമ്പസ് തിയേറ്ററിന് വേണ്ടിയിട്ട് ഷീറിൻ്റെ മതിലുകൾ നാടകമാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മതിൽ എന്നുള്ളത് പ്രേക്ഷകരാണ് മതിൽ എന്നുള്ള രീതിയിൽ അതിന് സ്പേസിൽ അങ്ങനെ കൺസീവ് ചെയ്തിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോൾ തന്നെയാണ് ഇരുട്ടിൻ്റെ ആത്മാവ് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അത് സാൻഡ്വിച്ച് തിയേറ്ററിൽ ചെയ്തു. MT വാസുദേവൻ നായർ സാറിൻ്റെ ഇരുട്ടിൻ്റെ ആത്മാവ് നമുക്കൊക്കെ അറിയാം. ഭ്രാന്തൻ വേലായുധൻ്റെ വേദനകളും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കഥയാണ്. അപ്പോൾ അത് ഇൻറ്റിമേറ്റ് തിയേറ്റർ ചെയ്യണമെങ്കിൽ രണ്ട് സൈഡിലും ഓഡിയൻസും സെൻട്രൽ വിഷ്വലൈസേഷനും വരുന്ന ഒരു രീതിയാണ്. അത് യൂറോപ്യൻ ശൈലി പ്രകാരമുള്ള ഒരു സങ്കേതമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇരുട്ടിൻ്റെ ആത്മാവ് ചെയ്തപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായി. MT സാറിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയപ്പോൾ അദ്ദേഹം ഈ നാടകം പലയിടത്ത് റെഫർ ചെയ്യുകയും ഒരുപാട് സ്ഥലങ്ങളിൽ അത് അവതരിപ്പിക്കുവാനും വേണ്ടിയിട്ട് കഴിഞ്ഞു. പിന്നെ OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന് പറയുന്ന നാടകം ചെയ്തു. ചോമനതുടി എന്ന് പറയുന്ന കഥ ഡോക്ടർ ശിവരാമകാനന്ദിൻ്റെ നോവൽ നാടകമായി ചെയ്തു. അതാണ് സ്റ്റേറ്റ് അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത്. സംഗീത നാടക അക്കാദമിയുടെ സ്റ്റേറ്റ് അവാർഡിന് അത് അർഹമായി. പിന്നീട് പിന്നെ KPSCയുടെ 50-ാമത്തെ 51-ാമത്തെ നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. 2 വർഷവും തുടർച്ചയായിട്ട് നല്ല സംവിധായകനും മറ്റ് അവാർഡ്സുമൊക്കെ അതിന് കിട്ടി. പിന്നെ പെരിങ്കളിയാട്ടം എന്ന് പറഞ്ഞിട്ട് TV കൊച്ചുവാവയുടെ നോവൽ നാടകമാക്കിയിട്ട് ചെയ്തു. അതും സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ടായിരുന്നു. നാടകങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ടെലിവിഷൻ മീഡിയയിൽ ഷോർട്ട് ഫിലിമും ഡോക്യുമെൻ്ററീസും മറ്റ് ഷോസും ഒക്കെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. വിഷ്വൽ ലാംഗ്വേജിനോടുള്ള ഒരു വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും വ്യത്യസ്തമായ റൂട്ടിലൂടെ സഞ്ചരിക്കുവാനും ഒക്കെ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ നാടകങ്ങളായിരുന്നു ആദ്യം തുടങ്ങിയത്. നാടകത്തിൻ്റെ ഒരു ഉൾക്കരുത്ത് തന്നെയാണ് അത് സിനിമ ചെയ്യുമ്പോഴും വിഷ്വൽ മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോഴുമൊക്കെ എനിക്ക് സപ്പോർട്ടായതും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.